വൻ സംഘങ്ങളിലേക്ക് നുഴഞ്ഞു കയറാൻ പറ്റുന്ന 2 കേസുകളാണ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ളത്. നേരാമണ്ണം അന്വേഷിച്ചാൽ കേരളത്തെ ലഹരി മുക്തമാക്കാൻ പോകുന്ന കേസുകൾ. വടകര MDMA കേസിൽ 3 അധ്യാപകർ അറസ്റ്റിലായ കേസാണ് ഒന്നാമത്തേത്. ലഹരി വിൽപ്പന സംഘങ്ങളുടെ പണമിടപാടുകളാണ് അധ്യാപികമാർ നടത്തിയിരുന്നത്. കാര്യക്ഷമമായ മണി ട്രെയിലിംഗ് നടത്തിയാൽ ലഹരി മാഫിയയുടെ ഉന്നതങ്ങളിലേക്ക് പോലീസിന് വേഗമെത്താം. പക്ഷേ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇപ്പോഴുള്ളത്. അന്വേഷണം നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരിക്കുന്നു. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസിനെ ഏത് ദിശയിലേക്ക് കൊണ്ടുപോകും എന്നറിയില്ല. ഈ 3 അധ്യാപികമാരിൽ 2 പേരെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങി SIT സംഘം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്നെ കുടുക്കിയതാണെന്നും കുടുക്കിയവരെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ടെന്നും പ്രതികളിൽ ഒരാൾ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പറയുന്നത് സത്യമാണെങ്കിൽ അവരെ കുടുക്കിയത് ആരാണ്, എന്താണ് അവർക്ക് പറയാനുള്ളത്? കേരളം അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണത്. ലഹരി മാഫിയ സംഘത്തിൻ്റെ തലപ്പത്തേക്ക് കടന്നു കയറാൻ സഹായിക്കുന്ന മറ്റൊരു അറസ്റ്റ് ഇന്നലെ നടന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയെയാണ് കേരള പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. കല്ല് റിയാസ് എന്നറിയപ്പെടുന്ന ഗുരുവായൂർ സ്വദേശി റിയാസിനെ ഡാൻസ് ഓഫ് സംഘം ഉത്തർപ്രദേശിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ഈ കഴിഞ്ഞ മെയ്യിൽ തൃശ്ശൂർ പാലക്കാട് അതിർത്തി പ്രദേശത്തു നിന്നും മാരകമായ മയക്കുമരുന്ന് കടത്തുകയായിരുന്ന ഒരു ആംബുലൻസ് പോലീസ് പിടികൂടിയിരുന്നു. 2 ബംഗളൂരു സ്വദേശികളെയും അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കല്ല് റിയാസാണ് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് രാസലഹരി കടത്തുന്നവരിൽ പ്രധാനി എന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കല്ല് റിയാസിൻ്റെ നീക്കങ്ങൾ പോലീസ് മനസ്സിലാക്കുന്നതും ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനിടയിലാണ് കേരളം വിട്ടുപോയ കല്ല് റിയാസിനെ ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്യുന്നതും. ഇയാളുടെ അറസ്റ്റും ലഹരി മാഫിയ സംഘത്തിലേക്ക്, അല്ലെങ്കിൽ ലഹരി മാഫിയ സംഘത്തെ കേരളത്തിൽ നിന്ന് പിഴുതെറിയാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷേ പോലീസ് അതെത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. മെയ്യിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റ് ഉണ്ടാകുന്നത് ഇന്നലെയാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് നിയമസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു നിയമസഭാ അംഗം തമിഴ്നാട്ടിലേക്ക് രാസലഹരി എത്തുന്നത് കേരളത്തിൽ നിന്നാണ് എന്നാരോപിച്ചിരുന്നു. അവിടുത്തെ ഒരു മന്ത്രി ഇത് അംഗീകരിക്കുകയും കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുകയുമായിരുന്നു. സത്യത്തിൽ തമിഴ്നാട്ടിലേക്ക് ലഹരി ഒഴുകുന്നത് കേരളത്തിൽ നിന്നല്ല. തമിഴ്നാട് മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയാണ് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രിയെ നേരിൽ കാണാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതും ലഹരിക്കെതിരെ ഒരുമിച്ച് മുന്നേറാമെന്ന ഒരു തീരുമാനത്തിന് മുൻകൈയെടുക്കുന്നതും. എന്നിട്ടും തമിഴ്നാട് സഭയിൽ നടന്ന ചർച്ചകളെ തള്ളിപ്പറയാൻ കേരള സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നു. രാസലഹരി കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത് പ്രധാനമായും കർണാടകയിൽ നിന്നാണ്. രാജ്യത്തിൻ്റെ രാസലഹരിയുടെ ഹബ്ബായി കർണാടകയിലെ ബംഗളൂരു പോലെയുള്ള നഗരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗോവ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. ദില്ലിയാണ് വിദേശത്തു നിന്നും എത്തുന്ന ലഹരിയുടെ ട്രാൻസിറ്റ് പോയിൻ്റ്. കഞ്ചാവ് പോലെയുള്ള ഓർഗാനിക് ലഹരി പദാർത്ഥങ്ങളാണ് പ്രധാനമായും ആന്ധ്രയിൽ നിന്നും എത്തുന്നത്. പല തട്ടുകളുള്ള സങ്കീർണമായ ശൃംഖലകൾ വഴിയാണ് ലഹരി മരുന്ന് കേരളത്തിലെത്തുന്നത്. ആർക്കും കുരുക്കഴിക്കാൻ കഴിയാത്ത തരത്തിലാണ് ശൃംഖലയുടെ നിർമ്മാണം. നന്നായി രൂപകൽപ്പന ചെയ്ത വികേന്ദ്രീകൃത സംവിധാനങ്ങൾ കേരളത്തിലെ ലഹരി മാഫിയയ്ക്കുണ്ട്. നിരവധി കടത്തു രീതികളെക്കുറിച്ച് പോലീസിനും എക്സൈസിനും അറിവുണ്ട്. പക്ഷെ വളരെ എളുപ്പത്തിൽ ഒളിച്ചു കടത്താൻ കഴിയുമെന്നതുകൊണ്ട് പലരും ഇത് പിടികൂടാൻ പ്രയാസമാണ്. കേരളത്തിലേക്ക് എത്തുന്ന സിന്തറ്റിക് ലഹരി മരുന്നിൽ പകുതിയും എത്തുന്നത് അന്തർ സംസ്ഥാന ബസ് സർവീസുകളിലൂടെയാണ് എന്നറിഞ്ഞാൽ ആരും ഞെട്ടിപ്പോകും. കർണാടകയുടെയും കേരളത്തിൻ്റെയും RTC ബസ്സുകൾ, കർണാടക കേരള അന്തർ സംസ്ഥാന റൂട്ടിൽ സർവീസ് നടത്തുന്ന മറ്റ് അത്യാഡംബര ബസ്സുകൾ, സ്ലീപ്പർ ബസ്സുകൾ ഇതെല്ലാം മരുന്ന് കടത്തിനായി ഉപയോഗിക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്ന സമയത്ത് പോലും നമ്മുടെ അധികാരികൾ ഈ മേഖലയെ വേണ്ട രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. ഓപ്പറേഷൻ തൂഫാനിലെ ആത്മാർത്ഥതയിൽ സംശയമുണ്ടാകുന്നതും ഇവിടെയാണ്. സംസ്ഥാനത്തിന് അകത്തെ കാരിയർമാരെ പിടികൂടുന്നതിൽ മാത്രമേ തൂഫാൻകാർക്ക് താൽപ്പര്യമുള്ളൂ. കേസുകളിലെ അന്വേഷണം ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോകാത്തതും സംശയം ജനിപ്പിക്കുന്നുണ്ട്. ആഡംബര ബസ്സുകൾക്ക് പുറമെ അന്തർ സംസ്ഥാന യാത്ര നടത്തുന്ന SUV കാറുകളും ട്രെയിൻ കാർഗോ മാർഗങ്ങളും കടത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. വളരെ ലളിതമായി ലഹരി മരുന്നുകൾ കേരളത്തിൽ എത്തിക്കാനും
അത് നഗരമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ വിറ്റഴിക്കാനും ലഹരി മാഫിയയെ സഹായിക്കുന്നത് ആരാണ്? പൊതുജനം ഒരിക്കലും ഇതിന് കൂട്ടുനിൽക്കില്ല. ലളിതമായ ഉത്തരം, ലഹരി സംസ്ഥാനത്ത് എത്തുന്നത് തടയാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ ഈ കടത്തിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ്. പോലീസിലെയും എക്സൈസിലെയും ഉന്നതങ്ങളിൽ ലഹരി മാഫിയയ്ക്ക് സ്വാധീനമുണ്ട്. ചെറിയ സ്വാധീനമൊന്നുമല്ല, വളരെ വലിയ സ്വാധീനം തന്നെ അവർക്ക് ഈ മേഖലയിലുണ്ട്. സംസ്ഥാന ഇൻ്റലിജൻസിലടക്കം ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു. പോലീസിൻ്റെ ഏതൊരു നീക്കവും ലഹരി മാഫിയ ആദ്യം മണത്തറിയുന്നത് അതുകൊണ്ടാണ്. രാഷ്ട്രീയ നേതൃത്വത്തിലും ശക്തമായ സ്വാധീനമുണ്ടാക്കാൻ ലഹരി മാഫിയ നടത്തുന്ന ശ്രമങ്ങൾ അടുത്ത കാലത്ത് കേരളം കണ്ടതാണ്. ലഹരി കേസിൽ അറസ്റ്റിലായ 2 പേർ സംസ്ഥാന മുഖ്യമന്ത്രിയുമായി അടുപ്പമുണ്ടാക്കാൻ ശ്രമം നടത്തിയ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ലഹരി മാഫിയയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന സത്യസന്ധരായ ഉദ്യോഗസ്ഥരും കുടുംബാംഗങ്ങളും ആക്രമിക്കപ്പെടുകയാണ് എന്നുകൂടി ഓർക്കണം. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ലഹരി മാഫിയ കേരളത്തിലെ പോലീസിനെയും എക്സൈസിനെയും സ്വാധീനിക്കുകയും നിയന്ത്രിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. രോഗികളുമായി ചീറിപ്പായുന്ന ആംബുലൻസുകളും ആഡംബര ബസ്സുകളും കാറുകളിലും ട്രെയിനുകളിലുമെല്ലാം ലഹരി സംസ്ഥാനത്തേക്ക് വന്നിറങ്ങുകയാണ്. തൂഫാൻ കൊണ്ട് തുടച്ചു നീക്കാവുന്നതല്ല കേരളത്തിലെ ലഹരി മാഫിയ. പോലീസിനെയും എക്സൈസിലെയും ക്രിമിനലുകളെ തളയ്ക്കാനുള്ള ശ്രമങ്ങളും തൂഫാനിൽ അത്യാവശ്യമാണ്. രാസലഹരി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തി ഇവിടെ റീപാക്ക് ചെയ്യപ്പെടുന്നു. പട്ടാപ്പകൽ, ആരെയും ഭയമില്ലാതെ.